Hi everyone, welcome to iPlus Training Solutions. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് ഇംഗ്ലീഷിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ 5 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ELT ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. The direct method of teaching English is also known as ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് മറ്റൊരു പേരിൽ കൂടെ അറിയപ്പെടാറുണ്ട്. എന്താണ് ആ പേര്? ഇൻഡയറക്റ്റ് അപ്രോച്ച്, ഇൻഡക്റ്റീവ് അപ്രോച്ച്, നാച്ചുറൽ അപ്രോച്ച്, സ്ട്രക്ചറൽ അപ്രോച്ച്. ഓക്കെ, ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഇൻഡയറക്റ്റ് അപ്രോച്ച്, ഇൻഡക്റ്റീവ് അപ്രോച്ച്, നാച്ചുറൽ അപ്രോച്ച് ആൻഡ് ഓൾസോ സ്ട്രക്ചറൽ അപ്രോച്ച്. ഓക്കെ, ഇതിന്റെ ഉത്തരം വരുന്നത് നാച്ചുറൽ അപ്രോച്ച് ആണ് കേട്ടോ. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഫോക്കസ് കൊടുക്കുന്നത് ഏത് ലാംഗ്വേജിനായിരിക്കും? നമ്മുടെ L2-നായിരിക്കും. ഓക്കെ, L1 എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ടങ് ആണ്. L2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജ് ആണ്. ഏത് ഭാഷയാണോ പഠിച്ചെടുക്കേണ്ടത്. ഇപ്പൊ മലയാളികൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ L2 നമ്മുടെ ടാർഗറ്റ് ലാംഗ്വേജ് ആണ്. L1 എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ടങ് ആണ്, മലയാളമാണ് അല്ലെ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ പെർട്ടിക്കുലർ ലാംഗ്വേജ്. ഓക്കെ, സോ L2 മാത്രം, അതായത് നമ്മൾ റീഡിങ്ങും റൈറ്റിങ്ങും എല്ലാം നടത്തുന്നത് L2-ലായിരിക്കും. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ L2, L1 ഇല്ലാതെ തന്നെ, അതായത് ജസ്റ്റ് ട്രാൻസ്ലേഷൻ അല്ലാതെ ഡയറക്റ്റ് L2-ൽ പ്രാവീണ്യം നേടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് ഡയറക്റ്റ് അപ്രോച്ചിലൂടെയാണ്. ഡയറക്റ്റ് അപ്രോച്ചിന് വേറൊരു പേരുണ്ട്, അതാണ് നാച്ചുറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറൽ അപ്രോച്ച്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം നമുക്ക് പരിചയപ്പെടാം. Which method focuses heavily on ട്രാൻസ്ലേറ്റിംഗ് സെന്റൻസസ് ആൻഡ് മെമ്മറൈസിംഗ് ഗ്രാമാറ്റിക്കൽ റൂൾസ്? ഓക്കെ, സെന്റൻസുകൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്, ഫ്രഞ്ചിൽ നിന്ന് ലാറ്റിനിലേക്ക്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ലേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. ആൻഡ് മെമ്മറൈസിംഗ് ഗ്രാമർ റൂൾസ്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ടു മെമ്മറൈസ് ഗ്രാമാറ്റിക്കൽ റൂൾസ്? ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് പറയാൻ ഭയപ്പെടുന്നത് അല്ലെ. നമുക്ക് പേടിയാണ്, ഗ്രാമറിനകത്ത് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ടോ, ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയി പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ള വലിയൊരു കൺസേൺ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഓപ്പൺ ആയിട്ട് പറയാൻ നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നത് അല്ലെങ്കിൽ മടി കാണിക്കുന്നത്. ഓക്കെ, സോ ട്രാൻസ്ലേഷനും ഗ്രാമാറ്റിക്കൽ റൂൾസ് ബൈഹർട്ട് ചെയ്യരുത്. അത് എപ്പോഴും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി എക്സാമ്പിളിലൂടെ വേണം പഠിക്കാനായിട്ട് അല്ലെ. പക്ഷേ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്ന, ഗ്രാമർ റൂള് കാണാതെ പഠിക്കുന്ന, ട്രാൻസ്ലേഷൻ സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മാത്രം പഠിക്കുന്ന രീതിക്ക് നമ്മൾ എന്താ പറയുന്നത്? കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് CLT എന്നാണോ, അതോ GTM ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്നാണോ, DM ഡയറക്റ്റ് മെത്തേഡ് ആണോ, അതോ ALM എന്നറിയപ്പെടുന്ന ഓഡിയോ ലിംഗ്വൽ മെത്തേഡ് ആണോ? ഇതിന്റെ ആൻസർ വരുന്നത് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്നാണ്. കുറച്ചു മുമ്പ് നമ്മളൊരു ചോദ്യം കണ്ടല്ലോ, അതായത് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡിന്റെ വേറൊരു പേരെന്താണെന്ന്. അതെന്തായിരുന്നു? നാച്ചുറൽ മെത്തേഡ് എന്നായിരുന്നു അല്ലെ. അതുപോലെ നമ്മുടെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന്റെ വേറൊരു പേരാണ് ക്ലാസിക്കൽ മെത്തേഡ്. ഓക്കെ, ക്ലാസിക്കൽ മെത്തേഡ്. എന്തുകൊണ്ടാണ് ക്ലാസിക്കൽ മെത്തേഡ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും പഴയ മെത്തേഡാണ്, അതുകൊണ്ട് തന്നെ വി കോൾ ഇറ്റ് ക്ലാസിക്കൽ മെത്തേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ 5 ചോദ്യങ്ങളിൽ മൂന്നാമത്തെ ചോദ്യമാണ് ഇനി നോക്കാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് CLT was developed primarily to replace. എന്തിനെ മാറ്റി റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ CLT ഡെവലപ്പ് ചെയ്തെടുത്തത്? എന്തിനെ മാറ്റാൻ വേണ്ടിയാണ്? നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെയാണോ, അതോ സ്ട്രക്ചറൽ ടീച്ചിങ്, അതോ സിറ്റുവേഷണൽ ലാംഗ്വേജ് ടീച്ചിങ് SLT ആണോ, അതോ ലെക്സിക്കൽ അപ്രോച്ചിനെയാണോ, ഡയറക്റ്റ് മെത്തേഡിനെയാണോ? ഉത്തരം വരുന്നത് നമ്മുടെ സ്ട്രക്ചറൽ ടീച്ചിങ് അഥവാ സിറ്റുവേഷണൽ ലാംഗ്വേജിനെയാണ് കേട്ടോ. കാരണം ഈ ഒരു ടെക്നിക്കിനെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? സിറ്റുവേഷണൽ ലാംഗ്വേജ് ടീച്ചിങ്ങിനെയും സ്ട്രക്ചറൽ ടീച്ചിങ്ങിനെയും ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് വന്നത്. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് വന്നപ്പോഴത്തേക്ക് നമ്മൾ സ്പീക്കിങ്ങിന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കാൻ തുടങ്ങി, കുറച്ചും കൂടെ സ്ഥാനം സംസാരിക്കുന്നതിന് കിട്ടാൻ തുടങ്ങി. ഭാഷ എന്ന് പറയുമ്പോൾ എഴുത്തിലുപരി നമുക്ക് വേണ്ടത് അതിന്റെ സ്പീക്കിംഗ് ഫോമാണ്, സംസാരിക്കുക എന്നുള്ളതാണ്. സംസാരത്തിന് ശേഷം നമുക്ക് എഴുത്തിന് പരിഗണന കൊടുക്കാം. ഓക്കെ, റിട്ടൺ ഫോമിന് പരിഗണന കൊടുക്കാം ലാംഗ്വേജിന്റെ കേസിൽ. അടുത്ത നമ്മുടെ 4ാമത്തെ ചോദ്യമാണ്. What is considered the primary pedagogical challenge when teaching in a linguistically diverse classroom? ഒരു ക്ലാസ് റൂമിൽ ടീച്ചറിന് പല ഭാഷകൾ അറിയാവുന്ന കുട്ടികളെയാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ടീച്ചർ നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരിക്കും? ഓക്കെ, ഫോക്കസിങ് ഓൺ റിട്ടൺ സിന്റാക്സ്. സിന്റാക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വേർഡ് ഓർഡർ ഒക്കെയാണ്, ഓരോ വാക്കും എവിടെ പ്ലേസ് ചെയ്യണം, എങ്ങനെയുള്ള കാര്യങ്ങളാണ്, അതിനാണ് ഫോക്കസ്. അതോ എൻഹാൻസിങ് റീഡിംഗ് സ്പീഡ് കൂട്ടുന്നതായിരിക്കുമോ ചലഞ്ച്? അതോ ഓവർകമ്മിങ് അഫക്റ്റീവ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ? അതായത് നമ്മൾ ഇംഗ്ലീഷാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ പോലും ഇംഗ്ലീഷിനകത്തിലെ ചില കാര്യങ്ങൾ കുട്ടിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ അത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും അല്ലെ, മലയാളികളായ കുഞ്ഞുങ്ങളാണെങ്കിൽ. ഓക്കെ, സോ ഡൈവേഴ്സ് ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മലയാളം അറിയാവുന്നവരും തമിഴ് അറിയാവുന്നവരും ഹിന്ദി അറിയാവുന്നവരും ഒക്കെ അതിനകത്ത് ഉണ്ടാവും അല്ലെ.
അപ്പൊ അന്നേരം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരിക്കും? ഇംപ്ലിമെന്റിംഗ് സ്ട്രിക്ട് ഗ്രാമർ റൂൾസ്. എന്തായിരിക്കും ഏറ്റവും വലിയ ചലഞ്ച്? ഓവർകമ്മിങ് അഫക്റ്റീവ് ബരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഇല്ലേ, കുട്ടികൾക്ക് ആ പറഞ്ഞു കൊടുക്കുന്ന പുസ്തകത്തിലെ ഇംഗ്ലീഷ് മനസ്സിലായില്ലെങ്കിൽ ഏത് ഭാഷ വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും? വലിയൊരു ചലഞ്ച് അല്ലേ? കാരണം വ്യത്യസ്തമായ മദർ ടങ് ഉള്ള കുഞ്ഞുങ്ങളായിരിക്കും നമ്മുടെ മുന്നിൽ അപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5ാമത്തെ ചോദ്യമാണ്. In language teaching, the journey from example to generalization is known as. എക്സാമ്പിളിൽ നിന്നും ജനറലൈസേഷനിലേക്ക് എത്തുന്നത്. ഓക്കെ, അതായത് റൂളിൽ നിന്നും എക്സാമ്പിളിലേക്കും എക്സാമ്പിളിൽ നിന്നും റൂളിലേക്കും നമ്മൾ സഞ്ചരിക്കാറുണ്ട്. എക്സാമ്പിളിൽ നിന്നും റൂളിൽ എത്തുന്ന ജനറലൈസേഷൻ എത്തുന്ന കോൺസെപ്റ്റിന് എന്താണ് പറയുന്നത്? ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ്, ഇൻസിഡന്റൽ, കോണ്ടെക്സ്റ്റുവൽ. ആൻസർ വരുന്നത് ഇൻഡക്റ്റീവ് ആണ് കേട്ടോ. എക്സാമ്പിളിൽ നിന്ന് റൂളിൽ എത്തുകയാണെങ്കിൽ ഇൻഡക്റ്റീവ് ആണ്, അല്ലാത്ത പക്ഷം നമ്മൾ അതിനെ വൈസ് വേഴ്സ നമ്മൾ അതിനെ വിളിക്കുന്നത് ഡിഡക്റ്റീവ് എന്നാണ് കേട്ടോ. ഇൻഡക്റ്റീവ്. ഓക്കെ, 5 ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ ഒരേ ഏരിയയിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ELT എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വന്നത്. ഓക്കെ, ഈ ചോദ്യങ്ങളും കൂടെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് നോളജിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. താങ്ക് യു സോ മച്ച്.